ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ ഏഷ്യ കപ്പിൽ ആവേശകരമായ ഒരു മത്സരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൻ്റെ അവസാനം വരെ ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. പിന്നീട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞ് സൂപ്പർ ഓവറിലാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, രണ്ട് ടീമുകളും 202 റൺസാണ് നിശ്ചിത ഓവറിൽ എടുത്തിട്ടുള്ളത്. പതും നിസാങ്കയുടെ ഒരു സെഞ്ചുറി എടുത്തു പറയേണ്ടതാണ്. പിന്നീട് സൂപ്പർ ഓവറിൽ ശ്രീലങ്കയ്ക്ക് അടിതെറ്റി കേവലം 2 റൺസ് മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ത്യ വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഏതായാലും സഞ്ജു സാംസണിന്റെ ഒരു മികവ് എടുത്തു പറയേണ്ടതുണ്ട്. അതായത് നമ്പർ 5 റോളിലായിരുന്നു സഞ്ജു സാംസൺ ഇറങ്ങിയിരുന്നത്. 23 പന്തുകളിൽ നിന്ന് 39 റൺസ് നേടാൻ ഈ മലയാളി താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫോറും 3 സിക്സറുകളും അദ്ദേഹം ഈ ഒരു ഇന്നിംഗ്സിൽ സ്വന്തമാക്കി. എടുത്തു പറയേണ്ട കാര്യം, ശ്രീലങ്കയുടെ സ്പിന്നറായ വാനിന്ദു ഹസരംഗയെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ മത്സരത്തിൽ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരെ 11 പന്തുകളിൽ നിന്നും 24 റൺസാണ് സഞ്ജു സ്വന്തമാക്കിയിട്ടുള്ളത്. ഹസരംഗയെ സിക്സറിന് പറത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ താരത്തിനെതിരെ മോശം റെക്കോർഡ് മാത്രമായിരുന്നു ഈ മലയാളി താരത്തിന് ഉണ്ടായിരുന്നത്. അതായത് 8 ഇന്നിങ്സുകളിൽ 6 തവണയും സഞ്ജുവിനെ പുറത്താക്കാൻ ഹസരംഗയ്ക്ക് കഴിഞ്ഞിരുന്നു. കേവലം 40 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിനെതിരെ നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല 6.67 മാത്രമായിരുന്നു ഇതുവരെ ആവറേജ്. അതിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചുവരവാണ് സഞ്ജു സാംസൺ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ ഹസരംഗയെ നേരിട്ട കാര്യത്തിൽ സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരമായിരുന്ന ആകാശ് ചോപ്ര ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സഞ്ജു ഹസരംഗയെ നേരിട്ട ആ ഒരു രീതി അത് പൊളിച്ചു എന്നാണ് ആകാശ് ചോപ്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം ഇംപ്രസീവ് ആയിരുന്നു, പ്രത്യേകിച്ച് ഹസരംഗയെ അദ്ദേഹം നേരിട്ട ആ രീതി അത് കിടിലനായിരുന്നു. ലെഗ് സ്പിന്നേഴ്സിനെ നേരിടുന്നതിൽ പലപ്പോഴും ഈ താരത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. ഒരുപാട് കാലമായി സഞ്ജുവിനെ തളക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരമാണ് ഹസരംഗ. പക്ഷെ ഇപ്രാവശ്യം സഞ്ജു വളരെയധികം കോൺഫിഡൻസിലായിരുന്നു. നല്ല രീതിയിൽ ബോൾ റീഡ് ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചു. എല്ലാ നിലയിലും ഹസരംഗക്കെതിരെ കംപ്ലീറ്റ് കൺട്രോൾ അത് സഞ്ജുവിന്റെ ഭാഗത്തായിരുന്നു. സമ്മർദ്ദത്തിലാവുന്ന സമയത്തും നല്ല രീതിയിൽ കളിക്കാൻ സഞ്ജുവിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷനിൽ ഒന്നുമല്ല അദ്ദേഹം കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം പോലും സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല. എന്നിട്ട് പോലും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം കളിച്ചു. ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിലും ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയും. ഇതാണ് ഇപ്പോൾ ആകാശ് ചോപ്ര പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മികച്ച ഒരു ഇന്നിങ്സ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത താരമാണ് സഞ്ജു സാംസൺ എന്നത് വീണ്ടും വീണ്ടും തെളിയുകയാണ്. അദ്ദേഹത്തിന് നാച്ചുറൽ പൊസിഷൻ നൽകാത്തതിൽ പലർക്കും ഇപ്പോൾ എതിർപ്പുണ്ട്. എന്നാൽ ഒരു തട്ടിക്കളിക്കുന്ന രൂപത്തിലാണ് സഞ്ജുവിനെ ഇപ്പോൾ ഇന്ത്യ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.